മക്കൾ MDMAയ്ക്ക് അടിമയാണോ? 5 വർഷത്തിനുള്ളിൽ മരണം ഉറപ്പ്. ലഹരി മാഫിയ ലക്ഷ്യം വയ്ക്കുന്നത് ആരെ? കേരളം പഴയ കേരളമല്ല, കൊച്ചി പഴയ കൊച്ചിയുമല്ല എന്ന അറിവ് മാതാപിതാക്കളുടെ ഉറക്കം കെടുത്തുകയാണ്. ലഹരിമരുന്നിന്റെ കേന്ദ്രമാവുകയാണ് കേരളം, പ്രത്യേകിച്ച് കൊച്ചിയും. ലഹരി പാർട്ടികൾ കൊച്ചിയിൽ പെരുകുകയാണ്. നമ്പർ 18 ഹോട്ടൽ സംഭവം ഒരു ഉദാഹരണം മാത്രം. ഈ ഭീകര സ്ഥിതിഗതികളെ സ്ഥിരീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ രാസലഹരി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. 2025 മുതൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തായിരിക്കും MDMA മരണങ്ങളെന്ന് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സ്റ്റഡി ഓഫ് അഡിക്ഷൻ എന്ന സംഘടന നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പിന്നാലെയാണ് കേരളത്തിൽ രാസലഹരി മരണങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. പല്ലുകൾ കൊഴിയുക, വായിലെ ചർമ്മം ഇളകിപ്പോകുക, ഇവയടക്കം ഗുരുതരമായ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതും കേവലം 1000 ദിവസങ്ങൾക്കുള്ളിൽ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്നതുമായ MDMA എന്ന സിന്തറ്റിക് രാസലഹരിയാണ് കേരളത്തിലെ യുവജനങ്ങളെ പ്രധാനമായും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുപയോഗിച്ചാൽ അടുത്ത 12 മണിക്കൂർ അഭൂതപൂർവമായ കരുത്ത് ശരീരത്തിന് ലഭിക്കും. ആ സമയത്ത് ഒരു ക്ഷീണവുമില്ലാതെ DJ പാർട്ടികളിൽ ഉന്മാദ നൃത്തം ചവിട്ടാനും ആസക്തികളുടെ ശമനങ്ങൾക്കായി ചെലവഴിക്കാനും കഴിയുമെന്ന മേന്മ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഡേർട്ടി വ്യവഹാരത്തിലേക്ക് യുവതീ യുവാക്കളെ പലരും ആകർഷിക്കുന്നത്. എന്നാൽ ഈ 12 മണിക്കൂറുകൾക്ക് ശേഷം 3 ദിവസത്തേക്ക് ഉറങ്ങാൻ കഴിയില്ല, ആഹാരം കഴിക്കാൻ തോന്നുകയില്ല, തൊണ്ട വറ്റി വരണ്ടുപോകും. ആഹാരം കഴിക്കാതെ ഇരിക്കുന്നതുകൊണ്ടും ഉറങ്ങാതിരിക്കുന്നതുകൊണ്ടും അസ്വസ്ഥതകൾ പെരുകുന്നു. ഈ ഡ്രഗിന് അടിപ്പെട്ടുപോയാൽ അസ്വസ്ഥതകൾ ക്രമേണ ശരീരത്തെ കീഴ്പ്പെടുത്തുകയും 3 വർഷങ്ങൾക്കുള്ളിൽ ആള് മരണപ്പെടുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. യൗവനത്തിന്റെ പ്രസരിപ്പിൽ കേവലം ഒരു നേരം പോക്കിനോ സൗഹൃദത്തിന്റെ ആഘോഷങ്ങൾക്കോ കേവലം ആസ്വദിച്ചിരുന്ന മദ്യലഹരി ഇപ്പോൾ കൂടുതൽ വീര്യം കൂടിയ സിന്തറ്റിക് ലഹരിയിലേക്ക് മാറുകയും പ്രായഭേദവും ലിംഗഭേദവും കൂടാതെ കൊച്ചുകുട്ടികളിൽ പോലും അതിന്റെ ഉപയോഗം അമ്പരപ്പുളവാക്കുന്ന തരത്തിൽ മാറിയിരിക്കുകയുമാണ്. രാജ്യവിരുദ്ധമായ മാഫിയ തലവന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ലഹരിയുടെ അന്താരാഷ്ട്ര വിതരണ ശൃംഖലയിൽ നിന്ന് അത് ശേഖരിച്ച് എത്തിക്കുവാനും വിതരണം ചെയ്യുവാനും തീവ്രവാദ സ്വഭാവമുള്ള ചില ഗ്രൂപ്പുകളും അവരുടെ കണ്ണികളും കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ടീനേജുകാരായ പെൺകുട്ടികളെ മാത്രമല്ല, ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെപ്പോലും അങ്ങേയറ്റം ഹീനമായ ലഹരിക്കെണിയിൽ പെടുത്തിക്കൊണ്ട് മനുഷ്യത്വം ലവലേശമില്ലാത്തവർ അവരുടെ കച്ചവടം കൊഴുപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തും പാലക്കാടുമൊക്കെ പ്രശസ്തമായ പല സ്കൂളുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന അത്തരം ദാരുണമായ വാർത്തകൾ ഇതിന്റെ ഭീതിയും ആശങ്കയും ഈ വിഷയത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു. സിന്തറ്റിക് രാസലഹരിയുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭീകര സംഘങ്ങളും അവരുടെ തന്ത്രപരമായ തീക്കെണിയിലേക്ക് ശരിതെറ്റുകൾ അറിയാതെ ഈയാമ്പാറ്റുകളെ പോലെ പറന്നെടുത്ത പെൺകുട്ടികളുടെ പരമദയനീയമായ നിലവിളികളും അടുത്ത കാലത്തായി അധികാര കേന്ദ്രങ്ങളെ ചലിപ്പിച്ചതുകൊണ്ട് അതിനെതിരെ പേരിനെങ്കിലും അന്വേഷണങ്ങളും ആസൂത്രണങ്ങളും സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഗാർഹികവും മതപരവുമായ ശിക്ഷണങ്ങൾ ലഭിക്കാതെ ദൈവഭയമില്ലാതെ ജീവിക്കുന്ന യുവജനങ്ങൾ, തങ്ങൾ ആരാധിക്കുന്ന കലാകായിക രംഗത്തെ താരങ്ങളെപ്പോലെയാകാൻ ശ്രമിക്കുന്നവർ, ഇവരെല്ലാം പലപ്പോഴും ട്രാപ്പുകളിൽപ്പെട്ട് ലഹരിക്കെണികളിൽ വീണുപോകുന്നു. ബംഗളൂരുവിൽ സുലഭമായിരിക്കുന്ന ഈ മാരക വിഷലഹരിയുടെ കേരളത്തിലെ ഏജന്റുമാർ യുവതീ യുവാക്കളെ മാത്രമല്ല, കൊച്ചു പെൺകുട്ടികളെ വരെ വ്യക്തമായി ലക്ഷ്യം വയ്ക്കുന്നു. മാന്യമായി പഠിച്ച് നല്ല ജോലി വാങ്ങി കുടുംബമായി ജീവിച്ച് അടുത്ത തലമുറകൾക്ക് ജന്മം കൊടുക്കുവാനാണ് എല്ലാ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത്. എന്നാൽ അതിന് അവരെ അനുവദിക്കാതെ പഠിപ്പും ഭാവിയും നശിപ്പിച്ച് യൗവനത്തിന്റെ നല്ല നാളുകളിൽ തന്നെ മാരക രോഗികളും മരണത്തിന് അധീനരുമാക്കി തീർത്ത് തലമുറകളെ ഒടുക്കിക്കളയുന്നതിലൂടെ ഇവിടെ തങ്ങൾക്ക് മാത്രം വളരാനുതകുന്ന പരിതസ്ഥിതി സൃഷ്ടിക്കുന്നത് ആരുടെ അജണ്ടയുടെ ഭാഗമാണെന്ന് കേരളം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു.